BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക ജനസംഖ്യാ ദിന വാരാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല സമാപന സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും കാഞ്ചിയാർ കോവിൽമലയിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മകനെ വിട്ടുപിരിയാനാവാതെ അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിൽ മാധ്യമ സോഷ്യൽ മീഡിയ ഇടപെടലിന് പിന്നാലെ രഞ്ജീഷിന് നീതി തേടി ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ കുമളിയിലെ രഞ്ജീഷിന്റെ വീട്ടിലെത്തി. കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഇടുക്കി MLA റോയ് കെ പോലോസിന് സ്വീകരണവും നൽകി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം അനുസ്മരണ സമ്മേളനവും കാരുണ്യ ചികിത്സാ സഹായ നിധി വിതരണവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വയോജന പ്രത്യേക ഗ്രാമസഭ പാമ്പാടുംപാറയിൽ നടന്നു. ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോക ജനസംഖ്യാ ദിന വാരാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല സമാപന സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും കാഞ്ചിയാർ കോവിൽമലയിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരസഭാ അധ്യക്ഷൻ ജോയ് വെട്ടിക്കുഴി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബക്ഷേമം, പ്രസവങ്ങൾ തമ്മിലുള്ള മതിയായ ഇടവേള എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ആരോഗ്യവകുപ്പ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ ഗർഭധാരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കാത്തവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഗർഭധാരണം തടയാനുള്ള നൂതന മാർഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണെങ്കിലും പൊതുജനങ്ങൾക്ക് പൊതുവെ അവയെക്കുറിച്ചുള്ള അവബോധം കുറവാണ് എന്നാണ് ഇവ വ്യക്തമാക്കുന്നത്. നൂതന ഗർഭനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ശക്തമായ പ്രചാരണം നടത്തേണ്ടതുണ്ട്. പ്രസവങ്ങൾ തമ്മിൽ മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ജില്ലയിലുടനീളം ബോധവൽക്കരണം ശക്തമാക്കുകയും കുടുംബക്ഷേമ പരിപാടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടി ലക്ഷ്യം വെക്കുന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം കാഞ്ചിയാർ കോവിൽമലയിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ
ഡോക്ടർ ഹരിപ്രസാദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് പുരോഗമനത്തിൻ്റെ പാതയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. ഭരണഘടന അനുസൃതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. ഈ രാജ്യത്ത് ജനിച്ചു വളരുന്ന മുഴുവൻ ആളുകൾക്കും അവകാശാധികാരങ്ങൾ തത്തുല്യമാണ്. നിയമത്തിനു മുൻപിൽ എല്ലാവരും സമന്മാരാണ്. എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ ജീവിത സാഹചര്യങ്ങൾ അത് കെട്ടിപ്പടുക്കേണ്ടത് നിയമപരിരക്ഷയുടെ പിൻബലത്തോടുകൂടി സജ്ജീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ തരത്തിൽ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിവിശാലമായ ലോകക്രമത്തിൽ വളരെ വലിയ ഒരു പുരോഗതിയാണ് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളുകൾ, നഴ്സിംഗ് കോളേജ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐപ്പ് ജോസഫ് വിഷയാവതരണം നടത്തി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിബി ജോർജ് ദിനാചരണ സന്ദേശം നൽകി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മകനെ വിട്ടുപിരിയാനാവാതെ അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിൽ മാധ്യമ സോഷ്യൽ മീഡിയ ഇടപെടലിന് പിന്നാലെ രഞ്ജീഷിന്റെ നീതി തേടി ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ കുമളിയിലെ രഞ്ജീഷിന്റെ വീട്ടിലെത്തി. രഞ്ജീഷിന് നീതി ലഭിക്കുന്നതിനായി പോരാടുമെന്നും ജന പിന്തുണ ഉണ്ടാവണമെന്നും അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ സ്വന്തം ചോരയെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയ ഭാര്യ വർഷങ്ങൾക്ക് ശേഷം കോടതി ഉത്തരവുമായി വന്ന് കുട്ടിയെ കൊണ്ടുപോയതിൽ മനം നൊന്ത് അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമപോരാട്ടം ശക്തമാകുന്നു. മകനെ പിരിഞ്ഞതിലുള്ള കടുത്ത മാനസിക വേദനയിൽ കുമളി മുരിക്കടി സ്വദേശിയായ സ്വകാര്യ ബസ് കണ്ടക്ടർ രഞ്ജീഷ് ജീവനൊടുക്കിയ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമ കൂട്ടായ്മയുടെയും സോഷ്യൽ മീഡിയയുടെയും സജീവ ഇടപെടലിന് പിന്നാലെയാണ് കേസ് ഏറ്റെടുക്കാൻ പ്രമുഖർ മുന്നോട്ട് വരുന്നത്. ഇതിൽ പൊതുപ്രവർത്തകരും ഔദ്യോഗികമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് മൺമറഞ്ഞ പിതാവിനും മകനും നിയമപരമായി നീതി ലഭ്യമാക്കാനായി ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ നേരിട്ട് ഇടുക്കിയിലെത്തി. കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും സൗജന്യമായി ഉറപ്പാക്കാനും കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് കേസിൽ അടിയന്തരമായി ഇടപെടുന്നത് എന്നും ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു കമന്റിലൂടെയുള്ള പൊതുപ്രവർത്തകനായ സനൂപ് പുതുപ്പറമ്പിലിന്റെ ഇടപെടലിനെ അഭിനന്ദിക്കുന്നതായും അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ പറഞ്ഞു. കാരണം ശ്രീരഞ്ജിനിയാണ്, ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവരുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണമെന്നേ അച്ഛൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകനോട് നീതി കിട്ടാൻ ഇതുള്ളൂ രക്ഷ. ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ഇവിടെ തള്ള വന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന 15 വരെ ഇവിടെ നിൽക്കും. എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 2ാം ക്ലാസ്സിലായിരിക്കും അല്ലെ. അപ്പൊ കുട്ടീനെ കാണിക്കാനുള്ള വിഷമവും പിന്നെ ഈ മെയിന്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചേക്കില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന മരിച്ചതിന്റെ മാസ്റ്ററാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്, അതൊരു കേസ് എടുക്കും നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയുമാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവരും കേൾക്കണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവർക്കെതിരെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ പറ്റും. സമൂഹത്തിന് മുമ്പിൽ ഒരു കേസിനെ, അതായത് കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് ഇപ്പം മാറിയിരിക്കുകയാണ്. താങ്കളെ സംബന്ധിച്ച് സനൂപ് അല്ല, ഈ മരിച്ച രഞ്ജീഷ് എന്ന് പറഞ്ഞത് ആരും അല്ലായിരുന്നു. പക്ഷെ താങ്കൾക്ക് എന്താണ് അതിലുള്ള ചേതാപകാരം എന്താണ് ഉണ്ടായിരുന്നത്? പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു ആത്മഹത്യ എന്ന് എഴുതി തള്ളുന്ന ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ, അതായത് കുഞ്ഞിന്റെ ആ വളർത്തിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ ഇങ്ങനെ എഴുതിയിടുന്ന, അതായത് ആ കുറിപ്പ് കണ്ടപ്പോഴാണ് തീർച്ചയായിട്ടും ഇതിന് ഒരു ആധികാരികതയുണ്ട്, മരണത്തിനൊരു ഉത്തരവാദിത്വം ഉള്ള ഒരാൾ വെളിയിൽ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇടുക്കി കുമളി റൂട്ടിൽ ഓടുന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്ന രഞ്ജീഷ് കഴിഞ്ഞ 8 വർഷമായി തന്റെ ഏക മകനെ അമ്മയുടെയും അച്ഛന്റെയും കരുതൽ നൽകി പൊന്നുപോലെയാണ് ഒറ്റയ്ക്ക് വളർത്തിയത്. 8 വർഷം മുൻപ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയ ഭാര്യ പിന്നീട് രഞ്ജീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും വിദേശത്ത് പുതിയ ജീവിത പങ്കാളിക്കൊപ്പം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തതായി കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നു.
എന്നാൽ അടുത്തിടെ നാട്ടിലെത്തിയ ഭാര്യ തന്റെ പുതിയ പങ്കാളിക്കൊപ്പം താമസിക്കാൻ വേണ്ടി കുഞ്ഞിനെ ബലമായി കൊണ്ടുപോകണമെന്ന ആവശ്യവുമായി കട്ടപ്പന കുടുംബ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി വിധി അമ്മയ്ക്ക് അനുകൂലമായതോടെ നിയമത്തിന്റെ ചട്ടപ്പടികൾക്ക് മുമ്പിൽ ആ അച്ഛന്റെ 8 വർഷത്തെ കരുതലും സ്നേഹവും കണ്ടില്ലെന്ന് നടിക്കപ്പെട്ടു. തന്റെ ജീവന്റെ പകുതിയായിരുന്ന മകനെ വിട്ടുകൊടുക്കേണ്ടി വന്നതോടെ ആ നെഞ്ചിലെ ശൂന്യതയും ഭാരവും താങ്ങാനാകാതെ രഞ്ജീഷ് ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും നെടുങ്കണ്ടം കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണം നടത്തി. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK ഷാജി, ജില്ലാ ട്രഷറർ VA ജോസഫ്, KA രാജൻ, MJ മാത്യു, TM ഏലിയാമ്മ, കാരുണ്യ ഭാരവാഹികളായ റെജി ആശാരിക്കണ്ടം, KR രാമചന്ദ്രൻ, ജൂബി സെബാസ്റ്റ്യൻ, മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും നെടുങ്കണ്ടം കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികാനുസ്മരണം നടത്തി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിലധികമായി കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്തു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയോടുള്ള ആദരസൂചകമായി ഇത്തവണത്തെ ഉച്ചഭക്ഷണ വിതരണത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും പങ്കാളികളാവുകയായിരുന്നു. ഉച്ചഭക്ഷണ വിതരണത്തിന് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK ഷാജി, ജില്ലാ ട്രഷറർ VA ജോസഫ്, KA രാജൻ, MJ മാത്യു, TM ഏലിയാമ്മ, കാരുണ്യ ഭാരവാഹികളായ റെജി ആശാരിക്കണ്ടം, KR രാമചന്ദ്രൻ, ജൂബി സെബാസ്റ്റ്യൻ, മറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടത്തി. ഇതോടൊപ്പം ഇടുക്കി MLA റോയ് കെ പോലോസിന് സ്വീകരണവും നൽകി. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഇടുക്കി MLA റോയ് കെ പോലോസിന് സ്വീകരണവും നൽകി. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് CP മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചു. അവരുടെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് ഒരിക്കലും ഒരു നോ എന്ന മറുപടി കേട്ടിട്ട് പോരേണ്ടി വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. റോയ് കെ പോലോസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം PA സജി, DCC സെക്രട്ടറിമാരായ ആഗസ്തി അഴകത്ത്, ജോസ് ഊരക്കാട്ടിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയിമോൻ സണ്ണി, അപ്പുക്കുട്ടൻ മാടവന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും റോയ് കെ പോലോസ് MLAക്ക് സ്വീകരണവും നൽകി. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വഴിത്തല ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ 2024-2026 MBA ബാച്ചിന്റെ കോഴ്സ് കംപ്ലീഷൻ പ്രോഗ്രാം നടത്തി. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ D മാവൂത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കാർമൽ പ്രൊവിൻസ് വിദ്യാഭ്യാസ മാധ്യമ കൗൺസിലർ റവറൻ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് CMI യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വഴിത്തല ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ 2024-2026 MBA ബാച്ചിന്റെ കോഴ്സ് കംപ്ലീഷൻ പ്രോഗ്രാം നടത്തി. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ D മാവൂത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കാർമൽ പ്രൊവിൻസ് വിദ്യാഭ്യാസ മാധ്യമ കൗൺസിലർ റവറൻ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് CMI യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. മികച്ച ഔട്ട് ഗോയിങ് വിദ്യാർത്ഥിക്കുള്ള അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു. ശാന്തിഗിരി ടൈംസ് പ്രകാശനം ചെയ്തു. ISO സർട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചു. ശാന്തിഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജർ ഫാദർ ജോസ് കുര്യൻ CMI, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷിൻഡോ ജോസഫ് CMI, ഡയറക്ടർ ഡോക്ടർ ജിൻസ് ജോർജ്, ഡോക്ടർ നെൽസൺ മാത്യു എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വഴിത്തല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണ സമ്മേളനവും കാരുണ്യ ചികിത്സാ സഹായ നിധി വിതരണവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. അർഹരായ 50 പേർക്കാണ് ചടങ്ങിൽ ധനസഹായം കൈമാറിയത്. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ഓർമ്മദിനത്തിൽ
അർഹരായ രോഗികൾക്ക് ആശ്വാസമേകിയാണ് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ക്യാൻസർ, ഡയാലിസിസ് തുടങ്ങിയ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന 50 പേർക്കാണ് കാരുണ്യ ചികിത്സാ സഹായ നിധിയിൽ നിന്നും സഹായം വിതരണം ചെയ്തത്. മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷനായി. ഡീൻ കുര്യാക്കോസ് MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിലുപരിയായി ഈ നാട്ടിലെ സകലമായ ജനങ്ങളെ സ്പർശിച്ച രാവിലെ നേരം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വീട്ടിലേക്ക് ഇരിക്കുകയും വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ഒരു ഗ്രാമം തരത്തിൽ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ സഹായം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ ഇടയിൽ എത്തിയിട്ടുള്ളതാണ്. തുടർന്ന് നടന്ന കാരുണ്യ സഹായനിധിയുടെ വിതരണോദ്ഘാടനം റോയ് കെ പൗലോസ് MLA നിർവഹിച്ചു. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മണ്ഡലം കമ്മിറ്റി ഈ പദ്ധതി നടപ്പിലാക്കിയത്. ചെറുതോണി ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ, DCC പ്രസിഡന്റ് CP മാത്യു, അനിൽ ആനിക്കനാട്ട്, ജോസ് കുഴികണ്ടം, P രാജൻ, MK പുരുഷോത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഭിന്നശേഷി വയോജന പ്രത്യേക ഗ്രാമസഭ പാമ്പാടും പാറയിൽ നടന്നു. ഗ്രാമസഭയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. 2026-27 വർഷത്തിൽ ഭിന്നശേഷി വയോജന വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതി രൂപീകരണവും നടന്നു. പാമ്പാടുംപാറ പഞ്ചായത്ത് സ്കൂളിൽ നടന്ന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഗ്രാമസഭ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു പരിമിതിയൊന്നും അല്ല. ഈ ഭിന്നശേഷിയിൽ പെട്ടിരിക്കുന്ന ആളുകളില് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മുടെ സാധാരണ ആളുകളെ കഴിഞ്ഞും കൂടുതലായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. നമുക്കത് പല കാര്യങ്ങളിലും നമ്മൾ TV-യിലും പേപ്പറിലും ഒക്കെ ആയിട്ട് നമ്മളത് കാണാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും പരിചരണവും അതുപോലെ തന്നെ പരിഗണനയും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഗ്രാമസഭ കൂടുന്നത്. എല്ലാവരെയും പോലെ തന്നെ സാമൂഹികമായിട്ടും നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുന്നതിനും എല്ലാവരുടെയും കൂടെ സഹായത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്കും നല്ലൊരു ജീവിതമാകുള്ളൂ. അതിന് നമ്മളെല്ലാവരും അതിൽ പങ്കുചേരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിൽ ആർക്കും തന്നെ മാറി നിൽക്കാൻ കഴിയില്ല. അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴില് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും. വൈസ് പ്രസിഡന്റ് VC അനിൽകുമാർ അധ്യക്ഷനായി. യോഗത്തിൽ രാധാകൃഷ്ണപിള്ള, ഷൈജ സണ്ണി, തങ്കമ്മ രാജൻ, ബിജു ശശിധരൻ, ബിനോയ് ചിന്താർമണി, വിഷ്ണു ശ്രീമന്ദിരം, ഉഷ സുധാകരൻ, മോളമ്മ സുരേന്ദ്രൻ, സജിമോൻ CS, അൻസമ്മ മാത്യു, ഷിജിമോൻ ഐപ്പ്, ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ശ്യാമ സുരേഷ്, നിതിൻ പോൾ എന്നിവർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി ഒരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies. Near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്.
കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് സാമ്പത്തിക സ്വാശ്രയത്വം വേണമെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ. ഹൈറേഞ്ച് NSS യൂണിയൻ സംഘടിപ്പിച്ച വനിതാ സ്വയം സഹായ സംഘ ഭാരവാഹികളുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ സമുദായ അംഗവും തൊഴിൽ അന്വേഷകരെ നടക്കാതെ മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുവാൻ പ്രാപ്തിയുള്ളവരായി മാറണം. സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കൊപ്പം വലിയ വ്യവസായ സംരംഭങ്ങൾക്ക് പങ്കാളിയാകുവാനും നേതൃത്വം വഹിക്കുവാനും കഴിയണം. കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിതം വിജയപ്രദമാക്കാൻ കഴിയുകയുള്ളൂ എന്നും സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരസ്പര സഹായത്തിലൂടെ ഉയർച്ചയിലെത്തിച്ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. താലൂക്ക് മനം സോഷ്യൽ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് KN സുകുമാരൻ നായർ യോഗത്തിൽ അധ്യക്ഷനായി. താലൂക്ക് വ്യവസായ കേന്ദ്രം ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ KR അരുൺകുമാർ വിവിധങ്ങളായ സംരംഭകത്വ പദ്ധതികളെക്കുറിച്ച് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഫെഡറൽ ബാങ്ക് മൈക്രോ ക്രെഡിറ്റ് ഓഫീസർ ധനുഷ് കുമാർ വിവിധ വായ്പാ പദ്ധതികൾ വിശദീകരിച്ചു. താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ,
യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി M നായർ, സെക്രട്ടറി ഓമന ബാബുലാൽ, MSS കോർഡിനേറ്റർ KB ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ മുതലിയാർമഠം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദേവപ്രീതിക്കും ഐശ്വര്യലബ്ധിക്കുമായി ഉദയാസ്തമയ അഖണ്ഡ നാമജപം നടന്നു. ക്ഷേത്രം മേൽശാന്തി ഹരിഗോവിന്ദൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 2 മുതൽ 9 വരെ ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി ആചാര്യനായി നയിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആദ്യ സംഭാവന വിജയകുമാരിയിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി സ്വീകരിച്ചു. കർപ്പൂരദീപം സുമനം മനോഹരം പ്രബോധകാമിദേവ വരപ്രസീദതോ പാപാന്ധകാരം ദുരിതം നിവാരയ പ്രജ്ഞാനദീപം മനസി പ്രദീപയേ. വാരപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവനിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-2027 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാരപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവനിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജാസ് ഇറക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PP കുട്ടൻ, TN ശശി, കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, കൃഷി അസിസ്റ്റന്റുമാരായ PE ഉനൈസ്, ES സീജ, കർഷക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തോട്ടം എന്നതിനുപരി കുറച്ചുകൂടെ സ്ഥലമുള്ളവർക്ക് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പടവലം, അതുപോലെ വെണ്ട, പയറ്, നമ്മൾ നല്ല നീളമുള്ള പയറ്, അതുപോലെ മായ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് പാവല്. അപ്പോൾ ആ വിത്തുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വിലപിടിപ്പുള്ള വിത്തുകളാണ് ഈ ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് ഓരോ വിത്തും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വെറുതെ വെച്ച് കളയരുത്. നമുക്കെല്ലാവർക്കും അറിയാം, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഹൈബ്രിഡ് പച്ചക്കറി തൈയുടെ വിത്ത് വിതരണമാണ് ഇന്നിവിടെ നടത്തുന്നത്. അത്യുൽപാദന ശേഷിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ വിത്തുകളാണ് ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. തീർച്ചയായും അത് പൂർണ്ണമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും കുടുംബത്തോടൊപ്പം സഹകരിച്ച് കടന്നു വരുന്ന ഓണത്തിന് നമുക്ക് ഈ വിത്തുകൾ ഉപയോഗിച്ച് നമ്മുടെ ഓണസദ്യയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മഴ തുടങ്ങിയതോടെ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് ചെളിക്കുളമായി. വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. കാലവർഷം കനത്തതോടെ ചരിത്രപ്രസിദ്ധമായ തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. ഗ്രൗണ്ടിലെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വിദ്യാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ചെളി നിറഞ്ഞ മൈതാനത്ത് വഴുതി വീണ് കുട്ടികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ വാഹനങ്ങൾ കയറിയിറങ്ങി ആഴത്തിലുള്ള ചെളിപ്പാടുകൾ രൂപപ്പെട്ടിരിക്കുന്നത് കാൽനടയാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നു. കായിക പരിശീലനങ്ങളെയും ഈ വെള്ളക്കെട്ട് സാരമായി ബാധിച്ചിട്ടുണ്ട്. ശരിക്കും ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെ തൊടുപുഴയിലുള്ള മിക്കവാറും ആളുകളെല്ലാം കളിച്ച് കേരളത്തിനും ഇന്ത്യക്ക് കളിച്ച ആളുകളെല്ലാം ഈ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലായിരുന്നു. ഈ ജില്ലയുടെ ഏറ്റവും വലിയ ഒരു ഗ്രൗണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നു. കാരണം ഇത് അപ്പടി ചെളിയും വേസ്റ്റും എല്ലാം മാറി തകർന്നു കിടക്കും. ഇത് അടിയന്തരമായിട്ട് ഇതൊക്കെ എല്ലാവരും കൂടെ കൂടി ഇതിൻ്റെ സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ നല്ലതായിരുന്നു. ഈ കുട്ടികൾക്കും ഈ നാട്ടിലുള്ള പിള്ളേരൊക്കെ കളിച്ച് വളരേണ്ട ഒരു സ്ഥലമാണ്. തൊടുപുഴയിൽ വേറെ ഒരു ഗ്രൗണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് എല്ലാവരും കൂടെ കൂടി ഒരു സംവിധാനം ഉണ്ടാക്കി നന്നാക്കിയില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. താൽക്കാലികമായി മണ്ണോ ചരളോ ഇട്ട് വഴുക്കൽ മാറ്റണമെന്നും ഭാവിയിൽ വെള്ളം ഒഴുക്കിക്കളയാൻ ശാശ്വതമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കണമെന്നുമാണ് ഉയർന്ന ആവശ്യം. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെ ഈ അവസ്ഥയിൽ ജനപ്രതിനിധികളിൽ നിന്നും കാര്യമായ ഇടപെടലുകൾ ഈ സ്കൂളിന് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഗ്രൗണ്ടിന്റെ ഭാഗത്ത് മണ്ണ് കൂനയായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക ജനസംഖ്യാ ദിന വാരാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല സമാപന സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും കാഞ്ചിയാർ കോവിൽമലയിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മകനെ വിട്ടുപിരിയാനാവാതെ അച്ഛൻ ജീവനൊടുക്കിയ സംഭവത്തിൽ മാധ്യമ സോഷ്യൽ മീഡിയ ഇടപെടലിന് പിന്നാലെ രഞ്ജീഷിന് നീതി തേടി ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ കുമളിയിലെ രഞ്ജീഷിന്റെ വീട്ടിലെത്തി.
കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും ഇടുക്കി MLA റോയ് കെ പോലോസിന് സ്വീകരണവും നൽകി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം അനുസ്മരണ സമ്മേളനവും കാരുണ്യ ചികിത്സാ സഹായ നിധി വിതരണവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വയോജന പ്രത്യേക ഗ്രാമസഭ പാമ്പാടുംപാറയിൽ നടന്നു. ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.